ഈ ആകാശ് മിസൈലുകൾ നമ്മൾ അർമേനിയക്ക് കൊടുത്തിട്ടുണ്ട്. ക്രൈസ്തവ രാജ്യമായ അർമേനിയയെ തുർക്കിയുടെ സഹായത്തോടെ ഇസ്ലാമിക ഭീകരവാദികൾ ഭരിക്കുന്ന അർമേനിയയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആകാശ് കൊടുത്തിട്ടുണ്ട്. ആകാശ് കൊടുത്ത് അർമേനിയ മിസൈൽ ഉപയോഗിച്ചിട്ട് അസർബൈജാന്റെ ഡ്രോണുകൾ അടിച്ച് താഴെയിട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു കലിപ്പ് അസർബൈജാൻ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവർക്ക് വല്ലതും നക്കി തിന്നാൻ കൊടുക്കുന്നത് നമ്മളാണെന്ന്. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. കാരണം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരത്തിൽ പോകുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് തുർക്കിയും ഒന്ന് അസർബൈജാനുമാണ്. കല്യാണം മുതൽ ഷോപ്പിംഗ് ഉൾപ്പെടെ സകല കാര്യങ്ങൾക്കും നമ്മൾ അവിടെ പോകുന്നുണ്ട്. അതിൻ്റെ കണക്കുകൾ നോക്കുന്നുണ്ട്. അസർബൈജാനിൽ ബക്കു, തുർക്കിയിലാണെങ്കിൽ ഇസ്താംബൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ പുടിനും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച നടക്കാൻ പോകുന്നത്, വ്യാഴാഴ്ച നടക്കാൻ പോകുന്നത് ഇസ്താംബൂളിലാണ്. ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. തുർക്കി അത് വിറ്റഴിക്കുന്നുണ്ട് വലിയ തോതിൽ. തുർക്കിയിലെ വ്യാപാര വിനോദസഞ്ചാര സാധ്യതകൾ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ഈ വിദേശത്തേക്ക് പോകുമ്പോൾ ഏതാണ്ട് 68% വർധനവ് അസർബൈജാനിലേക്കും തുർക്കിയിലേക്കും ഇന്ത്യക്കാരുടെ പോക്ക് 2022 മുതൽ 24 വരെയുള്ള കാലയളവിൽ കൂടിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.